സ്വാമിയെ ശരണമയ്യപ്പ. കല്ലമല ശ്രീ ആയിരവല്ലി ക്ഷേത്രത്തിലെ ഉത്രം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് വളരെ മനോഹരമായ ഒരു നൃത്തസന്ധ്യ ഇവിടെ അവതരിപ്പിച്ച ചിലങ്ക ഡാൻസ് അക്കാദമി നെട്ടേത്തറ, ഈ കലാസമിതിയിലെ എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും കല്ലുമലയിലെ ടീച്ചർക്കും ഉത്സവ കമ്മിറ്റിയുടെ പേരിലും കല്ലുമല നിവാസികളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. അടുത്തതായി നൃത്തസന്ധ്യയിലും തിരുവാതിരയിലും പങ്കെടുത്ത എല്ലാ കലാപ്രവർത്തകർക്കും ഈ വേദിയിൽ ആദരം നൽകുന്നതാണ്. വേദിയിലേക്ക് ശ്രീ ശിവദാസൻ പിള്ള അവർകളെയും ശ്രീ ഉണ്ണികൃഷ്ണൻ ശാന്തിനഗർ ഉണ്ണിച്ചേട്ടനെയും ഡോക്ടർ മനോജ് എസ് മംഗലത്ത് മനോജ് സാർ, ശ്രീ വി എൽ അനുരാജ് എന്നിവ ക്ഷണിക്കുന്നു. ഈ മഹനീയ കർമ്മത്തിൽ സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കന സജിച്ചേട്ടനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യ ഭക്തജനങ്ങളെ, സമയം വൈകിയത് കൊണ്ടാണ് ഈ ഔപചാരികത ഇല്ലാതെ ഈ ചടങ്ങിന് ഞാൻ സ്വാഗതം പറയുന്നത്. നമ്മുടെ ഈ ധന്യ മുഹൂർത്തത്തിൽ സമ്മാനദാന ചടങ്ങിന് എത്തിയിട്ടുള്ള വിശിഷ്ടാതിഥികളായ ഉണ്ണികൃഷ്ണൻ സാർ ശാന്തിനഗർ, ശ്രീ ഡോക്ടർ മനോജ് മംഗലത്ത് അവർകൾ, ഈ ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാര്യദർശി ശ്രീ ശിവദാസൻ പിള്ള അവർകൾ, അതുപോലെ നമ്മുടെ സമീപത്ത് താമസിക്കുന്ന സയന്റിസ്റ്റ് കൂടിയായ ഡോക്ടർ ബി എൽ അനുരാജ്, സരിത ടീച്ചർ
എല്ലാവർക്കും, അതുപോലെ ഈ ചടങ്ങിൽ സംബന്ധിക്കാൻ എത്തിയിരിക്കുന്ന ഭക്തജനങ്ങൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ശ്രീ മനോജ് സാറിനെ കുറച്ച് വാക്കുകൾ സംസാരിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആദരണീയ വ്യക്തിത്വങ്ങൾക്കും നമസ്കാരം. ഇവിടെ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ 2 വാക്ക് ഇവിടെ അവതരിപ്പിച്ച പരിപാടികളെ കുറിച്ച് മാത്രം പറയുന്നു. ശരിക്കും ഇവിടെ ആദരിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും അനുമോദിക്കേണ്ടതും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഗംഭീരമായി നൃത്താവിഷ്കാരവും തിരുവാതിരയും അവതരിപ്പിച്ച കലാകാരികൾക്കും കലാകാരന്മാർക്കുമാണ്. ആ അവതരിപ്പിച്ച കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളും ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷം, അതിലേറെ അഭിമാനം. എനിക്ക് പറയാനുള്ളത്, ഈശ്വരീയ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ ഈ അമ്പലപ്പറമ്പുകൾ, ക്ഷേത്ര മൈതാനങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക കേന്ദ്രങ്ങൾ, സാംസ്കാരിക തലസ്ഥാനങ്ങൾ. ഇവിടെയാണ് പാട്ടും കഥയും ഡാൻസും ഒക്കെയായി നമ്മുടെ മക്കളുടെ മനസ്സിലെ നല്ല വികാരങ്ങളെ പുറത്തെടുക്കാനും ചീത്ത വികാരങ്ങളെ ഇല്ലാതാക്കാനുമുള്ള ഏറ്റവും നല്ല ഇടങ്ങൾ നമ്മുടെ ക്ഷേത്ര മൈതാനങ്ങളാണ്. ഇവിടെ അവർ പാടിയും ആടിയും ഒക്കെ നല്ല തലമുറയായി തീരട്ടെ. എനിക്കേറെ അഭിമാനം എന്നത് ജാതിമത ഭേദമന്യേ എല്ലാ മക്കളും ഭഗവാന്റെ തിരുമുന്നിൽ അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു എന്നതാണ്. ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറത്ത് നമ്മുടെ മക്കളെല്ലാവരും ഒന്നാണ് എന്ന വലിയ സന്ദേശം കൂടി ഈ ക്ഷേത്ര മൈതാനത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ചാരിതാർത്ഥ്യം. അങ്ങനെ തന്നെയാകട്ടെ, നമ്മുടെ മക്കളെല്ലാം സമൂഹത്തിന് ഉതകുന്ന നല്ല മനുഷ്യരായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിലേക്ക് എന്നെ കൂടി ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. എല്ലാവർക്കും ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ, ശാന്തിനഗർ. വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ അമ്പലത്തിന്റെ അങ്കണത്തിൽ അല്ലെങ്കിൽ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഞാനൊരു 19 വർഷം പുറകോട്ട് പോവുകയാണ്. ഞാനും ശിവാസേട്ടനും ഒക്കെ, അതെന്നെക്കാട്ടി ഒരുപാട് മൂത്താണ് ശിവാസേട്ടനെങ്കിലും, നമ്മളെ എല്ലാവരും നല്ല രീതിയിൽ നയിക്കാനായിട്ട് മുന്നോട്ട് വന്ന് നല്ല ദിശയിലൂടെ നല്ല ദിശയിലൂടെ നയിക്കാനായിട്ട് ആദർശങ്ങൾ ഞങ്ങൾക്ക് പാർന്നു നൽകിയ ഒരു വ്യക്തിത്വമാണ് ശിവാസേട്ടൻ. അതൊക്കെ എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന നിമിഷങ്ങൾ തന്നെയായിരുന്നു. 50 വർഷത്തിന് മുമ്പ് ഈ ഉത്സവ അങ്കണത്തിൽ നിൽക്കുമ്പോൾ ഇതിൽ ഉണ്ടായിരുന്നവർ ഒരുപാട് പേര് എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ഒരുപാട് വ്യക്തിത്വങ്ങൾ മുന്നിലേക്ക് കടന്നു വരികയാണ്. പുരുഷന്റെ വളക്കച്ചവടത്തിന്റെ ഒരു നിര തന്നെയായിരുന്നു, കടകളുടെ ഒരു നിര. നമ്മളെ നയിക്കാനായിട്ട് ഈ പാട്ടുരക്കുന്നതിലൊക്കെണ്ടായിരുന്ന അമ്മമാർ, ശിവാസേട്ടന്റെ അമ്മ, തോട്ടലിലെ മുത്തച്ഛൻ, അങ്ങനെ ഒരുപാട് പേരുടെ മുഖം ഇപ്പൊ എന്റെ മനസ്സിൽ തെളിയുകയാണ്. രാവിലെ കഥകളി കണ്ടു കഴിഞ്ഞിട്ട് ഈ പറമ്പിൽ കിടന്ന് ഉറങ്ങിയ ദിനങ്ങളും എനിക്ക് ഓർമ്മ വരികയാണ്. ഞാൻ ഒരു കാര്യമാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നത്, അപേക്ഷിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളിലെ മനസ്സിൽ ഒരു കല തീർച്ചയായിട്ടും ഉണ്ടാകണം. ഒരു കല നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ തെറ്റുകളിൽ നിന്ന് നമ്മൾ പുറകോട്ട് കൊണ്ടുപോകാനായിട്ട് തീർച്ചയായിട്ടും അത് ഉപകരിക്കും. ഇപ്പം നമ്മൾ നടന്നു പോകുന്ന അല്ലെങ്കിൽ ഓടി നടക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വിഷമം തരുന്ന അല്ലെങ്കിൽ വളരെ ആവേശം ഒരിക്കലും നൽകാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓർക്കുമ്പോൾ ഒരുപാട് വിഷമങ്ങളുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിൽ വരുന്നത്, ഞാൻ അപ്പോൾ പറഞ്ഞ പോലെ 50 വർഷത്തിന് മുമ്പ് നടന്ന
എന്നെ നല്ല രീതിയിൽ നയിച്ച, അല്ലെങ്കിൽ നമ്മളെ നല്ല രീതിയിൽ നയിച്ച ഒരു കൂട്ടം വ്യക്തിത്വങ്ങൾ ഈ അമ്പല സഹവാസത്തിൽ, അമ്പലത്തിന്റെ ചുറ്റുമുണ്ടായിരുന്നു. അവരുടെയൊക്കെ നല്ല മനസ്സ് തന്നെയാണ് ഞാനും ഈ നിലയിൽ എത്തിയതെന്ന് എനിക്ക് വളരെയധികം വിഷമത്തോടാണെങ്കിലും സന്തോഷിക്കുന്നുണ്ട്. എല്ലാവരോടും ഒരു അഭ്യർത്ഥനയാണ്, നമ്മൾ കുട്ടികളിൽ അച്ഛനും അമ്മയും ആരാണെന്നും അധ്യാപകരാരാണെന്നും പ്രകൃതി എന്താണെന്നും ഒക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം കണ്ടെത്തണം. ഇന്നിവിടെ നടന്ന തിരുവാതിര സത്യം പറയുകയാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ടച്ചോടുകൂടി തന്നെ റിഹേഴ്സൽ നടത്തി പ്രൊഫഷണലിസ്റ്റോട് കൂടി നടക്കുന്ന ഒരു തിരുവാതിര വെല്ലുന്ന രീതിയിൽ തന്നെയായിരുന്നു നിങ്ങൾ അവതരിപ്പിച്ചത്. വളരെ സന്തോഷം തോന്നുന്നു. അതേപോലെ കുട്ടികൾ നടത്തിയ പ്രോഗ്രാം ഒരാഴ്ച കൊണ്ട് ചിട്ടപ്പെടുത്തിയ ഈ ഗാനങ്ങൾ അല്ലെങ്കിൽ ഈ നൃത്തരൂപങ്ങൾ വളരെ സന്തോഷം തരുന്നതാണ്. കുട്ടികൾ തീർച്ചയായിട്ടും ഇത് മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം. സംഘാടകരോട് തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ്, ഇനി വരുന്ന കാലങ്ങളിൽ ഉത്സവത്തിന്റെ ഒരു ദിനം നമ്മൾ ഈ അയൽവക്കത്തുള്ള കുട്ടികൾക്കും ഈ അമ്മമാർക്കും വേണ്ടി മാറ്റി വെക്കണമെന്നൊരു അപേക്ഷ കൂടി ഞാൻ പറയുകയാണ്. ഒരു ദിവസത്തെ ഫുൾ പ്രോഗ്രാം അവർക്ക് നടത്താൻ സാധിക്കും. അതിനുള്ള ഒരു സ്പോൺസർ ടൂർണമെന്റ് നടത്താനും ഞാൻ തയ്യാറാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അത് മുന്നോട്ട് വരണം. എല്ലാവർക്കും ഉത്സവാശംസകൾ നേരുന്നു. നന്മ വരട്ടെ. നമസ്കാരം. അടുത്തതായി തിരുവാതിരയിലും നൃത്തസന്ധ്യയിലും പങ്കെടുത്ത എല്ലാ കലാപ്രവർത്തകർക്കും ആദരം നൽകുന്നതിന് വേണ്ടി എല്ലാവരെയും ക്ഷണിക്കുന്നു. സൗവർണിക PS സൗവർണിക ആദരം നൽകുന്നതിന് വേണ്ടി ശ്രീ മനോജ് സാറിനെ ക്ഷണിക്കുന്നു. ശ്രാവൺ ഇതൽ നവമി ലക്ഷയ് മന്യ മീനു ലക്ഷണ അപർണ ശിവാസഞ്ചാരനെ ക്ഷണിക്കുന്നു. പ്രയാഗ് ഉണ്ണിച്ചേട്ടൻ ആദരിക്കുന്നു. പ്രണവ് കൃഷ്ണതീർത്ഥ ശിവകാമി ദേവി ചന്ദന അൽസഫ വൈഗ അളക അഭിനവ് ദേവനന്ദൻ നിരഞ്ജന ദേവി കൃഷ്ണ ശിവാസഞ്ചാരനെ ക്ഷണിക്കുന്നു.
ശ്രീലക്ഷ്മി അനുരാജ് ആദരിക്കുന്നു. ശ്രീലക്ഷ്മി ഗൗരി കൃഷ്ണ നന്ദിക കൃഷ്ണ ശ്രീനികേഷ് ശ്രേയ രുദ്ര ഋതിക ഷിബിൻ ഷാ കീർത്തി രാജേഷ് ദക്ഷിൺ കാശി ശിവാസൻ ചേട്ടൻ ആദരിക്കണം. അടുത്തായ ശിവാസൻ ചേട്ടൻ. ജാനകി ജഗത് വേദിക അനിക രാഹുൽ ദിയ ഫിറോസ് നിജില. അടുത്തായി നിജില. അടുത്തതായി തിരുവാതിരയിൽ പങ്കെടുത്ത എല്ലാ കലാകാരികൾക്കും ആദരം നൽകുന്നു. നവമി മാനവസാലിൽ നിന്ന് ആദരം ഏറ്റുവാങ്ങുന്നു. ദേവി ചന്ദന ശബനം അഞ്ജലി രഞ്ജു ഉണ്ണികൃഷ്ണനെ ക്ഷണിക്കുന്നു ആദരം നൽകുന്നതിന് വേണ്ടി. പ്രിയ പാർവതി മന്യ. അടുത്ത ആദരം നൽകുന്നതിന് വേണ്ടി അനുരാജ് ബിയലിനെ ക്ഷണിക്കുന്നു. രമ്യ അപർണ ദേവു ഹരിപ്രിയ. അടുത്തതായി ശ്രീ ഉണ്ണികൃഷ്ണൻ അവർകൾ ഉണ്ണിച്ചേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ ശിവദാസൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ശ്രീ ഉണ്ണികൃഷ്ണൻ ചേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ ശിവദാസൻ ചേട്ടനെ ക്ഷണിക്കുന്നു.
അടുത്തതായി ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ കലേഷ് കൃഷ്ണയെ ക്ഷണിക്കുന്നു. ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് സെന്ററിലെ സയന്റിസ്റ്റായ ശ്രീ അനുരാജ് ബിയലിനെ ആദരിക്കുന്നു. അടുത്തതായി ഡോക്ടർ ശ്രീ മനോജ് സാറിനെ ആദരിക്കുന്നതിന് വേണ്ടി ഉത്സവ കമ്മിറ്റി അംഗമായ ശ്രീ മധുസൂദൻ പിള്ളയെ ക്ഷണിക്കുന്നു. ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീ മനോജ് സാർ. നൃത്താധ്യാപികയായ ശ്രീമതി സരിത സജി ടീച്ചറിനെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ ശിവദാസൻ പിള്ളച്ചേരനെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ശ്രീ ആയിരവിലെ ക്ഷേത്രത്തിലെയും കുളക്കോട്ട് ചാവരമൂർത്തി കാവിലെയും നിറസാന്നിധ്യമായിരുന്ന ഏറെ വർഷക്കാലം നിറസാന്നിധ്യമായിരുന്ന ശ്രീ മാധവൻ ചേട്ടനെ ആദരിക്കുന്നതിന് വേണ്ടി ശ്രീ ശിവദാസൻ ചേട്ടനെ ക്ഷണിക്കുന്നു. ഇവിടെ മാധവനെ സംബന്ധിച്ച് ഈ അവസരത്തിൽ രണ്ടു വാക്ക് പറയാൻ പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 10-50 വർഷമായിട്ട് നമ്മുടെ ഈ ക്ഷേത്രവുമായി എല്ലാ കാര്യങ്ങളിലും, പണ്ടൊക്കെ ഉത്സവാദി കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ ഒരുക്കങ്ങൾ ചെയ്യുന്നതിന് ഒരുപാട് ആൾക്കാർ വേണം, അതിന് സമയങ്ങൾ വേണം, ഒക്കെ വേണം. പൂർണ്ണമായും ഈ ഉത്സവത്തിന്റെ ഏതാണ്ട് ഒരു 10 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഉത്സവാദി കാര്യങ്ങൾ ചെയ്യുന്നതിനും പൂർണ്ണമായി അത് വിജയിപ്പിക്കുന്നതിനും ദീർഘകാലം ഈ ക്ഷേത്രവും ഈ കുടുംബവുമായിട്ട് ഒരുമിച്ച് നിന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ മാധവൻ പണിക്കരെന്ന് നമ്മൾ വിളിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കുളക്കോട്ട് കാവിലെ വളരെ കാലം അവിടുത്തെ പൂജാരി കൂടെ ആയിരുന്നു. ഈ അവസരത്തിൽ ഇതിന്റെ സംഘാടകര് അദ്ദേഹത്തിനെ ആദരിക്കണം എന്ന് പറഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടായി. അത് അവർ കണ്ടെത്തിയത് എനിക്ക് ഏറ്റവും നന്ദി അവരോട് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ശ്രീ മാധവൻ ചേട്ടൻ ഈ ക്ഷേത്രസന്നിധിയിലുണ്ടെങ്കിൽ വേദിയിലേക്ക് എത്തേണ്ടതാണ്. മാധവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? മകളെ. ഓക്കെ. മാധവൻ ചേട്ടൻ സ്ഥലത്തില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾ വേദിയിലേക്ക് എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശാരദ അമ്മയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
അതുപോലെ തന്നെ വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിച്ച ശ്രീമതി സരിത ടീച്ചർക്ക് ഒരു പാരിതോഷികം നൽകുന്നതിന് വേണ്ടി ശ്രീ സജിച്ചേട്ടനെയും ഈ പാരിതോഷികം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീമതി സരിത ടീച്ചറെയും വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. ഈ മഹനീയ സമ്മേളനം ഇവിടെ സമാപിക്കുന്നു. അടുത്തതായി എഴുന്നള്ളത്തും വിളക്കെടുപ്പും ശ്രീ ഐരവന്തി ക്ഷേത്ര സന്നിധിയിൽ നിന്നും മുല്ലപ്പന്തൽ ക്ഷേത്രത്തിലേക്ക് പോകുകയാണ്. എഴുന്നള്ളത്തിലും വിളക്കെടുപ്പിലും എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് ശ്രീ ഐരവന്തിയുടെ നാമത്തിൽ അറിയിക്കുന്നു. എഴുന്നള്ളത്തും വിളക്കെടുപ്പും ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം സൂപ്പർ ഹിറ്റ് ഗാനമേള